നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അരക്കൊല്ലം അകലത്തിൽ. കോൺഗ്രസിനകത്ത് സീറ്റ് മോഹികൾ ഇപ്പോഴേ അടിപിടി തുടങ്ങി. ചേലക്കര, പാലക്കാട് സീറ്റുകളിലേക്ക് ഉന്തും തള്ളും നടത്തുന്നത് ഒരു ഡസനോളം നേതാക്കൾ. കേരള നിയമസഭയിൽ അംഗങ്ങളായിരുന്ന UDF-ലെയും LDF-ലെയും ഓരോരുത്തർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് പോയി. ഈ രണ്ടുപേരെ പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. രാജ്യത്തൊട്ടാകെയായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ അവസാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ പരമാവധി അവസാന ഘട്ടത്തിൽ നടത്തുവാനായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക. ഇപ്പോഴത്തെ സ്ഥിതിയിൽ 4 നിയമസഭകളിലേക്ക് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കേരളത്തിൽ ഒഴിവ് വന്നിട്ടുള്ള നിയമസഭാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതൊക്കെയാണെങ്കിലും ഈ 2 സീറ്റുകളിലേക്കും കണ്ണു വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒഴിവ് വന്നിട്ടുള്ള പാലക്കാട് സീറ്റ് നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഷാഫി പറമ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലവും ചേലക്കര മന്ത്രിയായിരുന്ന LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലവുമായിരുന്നു. ഓരോ സീറ്റിലും LDF-ഉം UDF-ഉം തെരഞ്ഞെടുക്കപ്പെട്ട ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങളുടെ വിധിയെഴുത്ത് എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തുമായി സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കും UDF-നും ഉണ്ടായ ആവർത്തന വിജയം അതേപടി ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് 2 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് നേതാക്കൾ പിടിവലി നടത്തുന്നത്. ലോക്സഭയിലേക്ക് ജയിച്ചു പോയ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന മണ്ഡലമാണ് പാലക്കാട് അസംബ്ലി മണ്ഡലം. ഇടതുപക്ഷ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ചെറുപ്പക്കാരനായ ഷാഫി ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിനായി നിരവധി കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രധാനമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ DCC ഭാരവാഹികളായി 3 പേർ മത്സരമോഹവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയം നേരിട്ട മുരളീധരനെ പാലക്കാട് നിന്നും സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കണം എന്ന ആവശ്യവും ഉയർന്നിരിക്കുകയാണ്. പാലക്കാട് DCC പ്രസിഡന്റും സീറ്റ് ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ സ്ഥിരമായി ജയിച്ചു വന്ന അസംബ്ലി മണ്ഡലമാണ് ചേലക്കര. പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഇടതുപക്ഷം ആരെയാണ് അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു സൂചന പോലും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് ഇടതുമുന്നണിയെ നയിക്കുന്ന CPM. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ കാര്യവും വിലയിരുത്തപ്പെടുന്നതിന് ഇപ്പോൾ CPM നേതാക്കൾ തയ്യാറാകുന്നുമില്ല. ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ശക്തിയുള്ള ചേലക്കര മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ചിലരുടെ ആവശ്യം ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ തൃശൂർ, പാലക്കാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ രമ്യയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ താല്പര്യമില്ലാത്തവരാണ് താനും. ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷം MP എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന പരാതിയാണ് 2 ജില്ലകളിലെയും കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുടെ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നു വരുന്നത്. ഏറെ കാലമായി തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയ മുൻ മന്ത്രി പന്തളം സുധാകരനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെയോ NGO അസോസിയേഷന്റെയോ നേതൃനിരയിലുള്ള ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടന്നു വരുന്നുണ്ട്. സ്ഥാനാർത്ഥി വിഷയത്തെക്കാൾ രസകരമായ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്ന മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആലോചനയിലേക്ക് പോലും കടന്നിട്ടില്ല എന്നതാണ് സത്യം. ന്യായമായിട്ടും നിയമപരമായിട്ടും 6 മാസത്തിനകം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ മതി. ഇത്രയും കാലാവധി കിടക്കുമ്പോഴാണ് ഈ പറയുന്ന 2 മണ്ഡലങ്ങളിലും ഭാവിയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സീറ്റ് മോഹികളായ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിക്കുന്നതിനും ചരട് വലിക്കുന്നതിനും രംഗത്തിറങ്ങിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.